ഗൗരവതരമായ രാഷ്ട്രീയ ആരോപണമാണ് ശ്രീ ടി എൻ പ്രതാപൻ ഉന്നയിച്ചത്. സുരേഷ് ഗോപിക്കെതിരായ ഇരട്ട വോട്ട് പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ അത് CPM BJP ബാന്ധവത്തിനുള്ള ഒത്തുകളിയുടെ തെളിവായിട്ട് കാണണം. അതിനെതിരെ കോടതിയെ സമീപിക്കും, നിയമ പോരാട്ടം തുടരും എന്ന പ്രതികരണമാണ് ടി എൻ പ്രതാപൻ നടത്തുന്നത്. നട്രാജ് പരശുറാം തുടരുന്നുണ്ട്. നട്രാജ്, ഇപ്പോൾ ടി എൻ പ്രതാപൻ പറയുന്നത് പോലെ പോലീസിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ സത്യവാങ്മൂലം, സത്യപ്രസ്താവന, അങ്ങനെ ഒരു സത്യപ്രസ്താവന ഉണ്ടോ എന്ന് കണ്ടെത്താമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാമായിരുന്നു, ഡ്രൈവറിൽ നിന്ന് മൊഴിയെടുക്കാമായിരുന്നു, സുരേഷ് ഗോപിയിൽ നിന്ന് തന്നെ മൊഴിയെടുക്കാമായിരുന്നു. അപ്പോൾ അതിനൊന്നും പോലീസ് മെനക്കെട്ടിട്ടില്ല. തീർത്തും ലാഘവത്തോടു കൂടിയാണ് ഈ കേസിനെ കണ്ടത്. അത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് എന്ന ഗൗരവതരത്തിലുള്ള ആരോപണം ടി എൻ പ്രതാപൻ ഉന്നയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ തക്ക രീതിയിലുള്ള ഗ്രൗണ്ട് അവിടെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നട്രാജ്, ഇക്കാര്യത്തിൽ ടി എൻ പ്രതാപൻ കോടതിയെ സമീപിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ആരോപണമുള്ള പോലെ BJP CPM ഡീലുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. BJP ഡീലുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പ്രധാനമായും ഇക്കാര്യത്തിൽ ഇനി കോടതിയെ സമീപിക്കുമെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നു. നേരത്തേക്ക് തന്നെ ഇക്കാര്യത്തിൽ പോലീസിനോട് ബന്ധപ്പെടുമ്പോൾ പോലീസ് ഇതിന്റെ ചില പരിമിതികൾ ചൂണ്ടിക്കാട്ടാറുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിലെ പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ്. ഈ കേസ് അവസാനിപ്പിക്കുമ്പോഴും പോലീസ് പറയുന്നത് ഇതിൽ ഉന്നയിക്കപ്പെടുന്ന പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ്, അതിന് നേരിട്ട് പോലീസിന് ഇടപെടുന്നതിൽ പരിധിയുണ്ട് എന്നാണ്. എന്നാൽ കോടതിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതുകൊണ്ട് തന്നെ പരാതിക്കാരനായ ടി എൻ പ്രതാപനെ കോടതിയെ സമീപിക്കാം എന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതായത് ഇതിൽ പറയുന്ന തെറ്റായ വിവരങ്ങൾ നൽകൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വോട്ടർ പട്ടികയിൽ സ്ഥലം മാറ്റൽ, ഇരട്ട വോട്ട് തുടരൽ, ഇതിലൊന്നും പോലീസ് അല്ല സാധാരണഗതിയിൽ നടപടി എടുക്കാറുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞ് കൈ കഴുകുകയാണ് പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും വ്യാജരേഖ ചമച്ചതിന് കേസെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ പോലീസിന് മുന്നിലുണ്ട്. അതിന് തൃപ്തികരമായ തെളിവ് തങ്ങളുടെ പക്കലില്ല എന്നാണ് പോലീസ് എടുക്കുന്ന നിലപാട്. പോലീസ് പറയുന്ന മറ്റൊരു സാങ്കേതികമായ ഒരു കാര്യം ഇതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വ്യാജരേഖ ലഭിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയാലാണ് തങ്ങൾക്ക് ആ കേസെടുക്കാൻ കഴിയുക. ഈ വിഷയത്തിൽ ടി എൻ പ്രതാപനാണ് പരാതിക്കാരനെങ്കിലും തങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വ്യാജരേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടറോ പരാതി നൽകിയിട്ടില്ല. അവർ പരാതി നൽകുകയാണെങ്കിൽ തങ്ങൾക്ക് ആ രീതിയിൽ മുന്നേറാൻ കഴിയും. ആ പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് വ്യാജരേഖ ചമച്ചതിന്റെ ഒരു കേസെടുക്കാനും നിയമപ്രകാരം സാധ്യമല്ല എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പല രേഖകളും ചോദിച്ചെങ്കിലും ആ രേഖകൾ പലത് കിട്ടി, ചിലത് കിട്ടിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ നിയമപരമായി മുന്നേറുക എന്നുള്ളതാണ് ടി എൻ പ്രതാപന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ. അദ്ദേഹം അത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തന്റെ അഭിഭാഷകനെ കണ്ട് കൂടിയാലോചന നടത്തിയ ശേഷം ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കുന്നു.